നമസ്കാരം. 21 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം കിട്ടിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് തുടക്കമിട്ടു. ഹനുമാൻ സ്വാമിയുടെ ഭക്തനായ കെജ്രിവാൾ കോണട്ട് പ്ലേസിലെ ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തി. ഇതിന് പിന്നാലെ റോഡ് ഷോയും നടത്തി. പിന്നീട് ആം ആദ്മി ആസ്ഥാനത്ത് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഭാര്യ സുനിതയ്ക്കൊപ്പമാണ് കെജ്രിവാൾ ക്ഷേത്ര ദർശനം നടത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് നേതാക്കളും കെജ്രിവാളിനൊപ്പം ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുത്തു. കനത്ത പോലീസ് നിയന്ത്രണ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നുവെങ്കിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിരവധി AAP പ്രവർത്തകരാണ് ക്ഷേത്രത്തിന് സമീപം തടിച്ചുകൂടിയത്. മെയ് 13 നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി AAP കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടും. മെയ് 25-നാണ് ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്. സത്യം വിജയിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് AAP മാത്രമല്ല ഇന്ത്യ സഖ്യ പാർട്ടികളും കെജ്രിവാളിന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. സത്യത്തെ തോൽപ്പിക്കാനാവില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. ഏകാധിപത്യം അവസാനിക്കും. സത്യമേവ ജയതേ എന്ന് AAP രാജ്യസഭാ MP സഞ്ജയ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ കെജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ കാര്യമല്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം. ഇത് സ്ഥിരം ജാമ്യമല്ല, ഇടക്കാല ജാമ്യമാണ്. അദ്ദേഹത്തിന് പ്രചാരണത്തിന് പോകാമെങ്കിലും ഓരോ തവണ അദ്ദേഹം ഇറങ്ങുമ്പോഴും ആളുകൾക്ക് എക്സൈസ് അഴിമതിയെക്കുറിച്ച് ഓർമ്മ വരുമെന്നും അമിത്ഷാ പറഞ്ഞു. തന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ച് സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുകയാണെന്നും എല്ലാ ഇന്ത്യക്കാരും ഈ പോരാട്ടത്തിൽ ചേർന്നില്ലെങ്കിൽ വിജയകരമാവില്ലെന്നും കെജ്രിവാൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ വൈകാതെ മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾ അതിനെതിരെ പോരാടാൻ എനിക്കൊപ്പം എത്തി. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഈ രാജ്യത്തെ കോടിക്കണക്കിന് പേർ എന്നെ അനുഗ്രഹിച്ചു. സുപ്രീം കോടതിക്കും നന്ദി. ദൈവാനുഗ്രഹം എനിക്കൊപ്പമുണ്ട്. ഉടൻ പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്തുണയ്ക്കുന്നവരെ കാണുന്നതിൽ സന്തോഷമുണ്ട്. അവരുടെ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എനിക്കുണ്ട്. ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും കെജ്രിവാൾ ഇന്നലെ പറഞ്ഞു. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 2-ന് തിരികെ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം. തന്റെ അറസ്റ്റ് നടപടി തന്നെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ കോടതി ജാമ്യം നൽകുകയായിരുന്നു. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലെ വാദം നീണ്ടുപോകുമെന്ന വിലയിരുത്തലായിരുന്നു ജാമ്യം നൽകിയത്. സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മദ്യനയ കേസിൽ EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. EDയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം സമൂഹത്തിന് ഭീഷണിയല്ലെന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിൽ കോടതി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ക്രിമിനൽ ചരിത്രമില്ല. അദ്ദേഹം സമൂഹത്തിന് ഭീഷണിയല്ല. കെജ്രിവാളിന് 21 ദിവസം ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ വലിയ വ്യത്യാസമുണ്ടാകാൻ പോകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ 1.5 വർഷമായി കെജ്രിവാളിനെതിരെ അന്വേഷണം തുടരുകയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് മാർച്ചിലാണ് അറസ്റ്റ് ഉണ്ടായത്. EDയുടെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് 2022 ഓഗസ്റ്റിലാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അറസ്റ്റ് ഉണ്ടായത് ഈ വർഷം മാർച്ച് 21-ന്. കെജ്രിവാളിനെ അതിനു മുമ്പോ ശേഷം അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതുണ്ടായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ കഴിഞ്ഞ മാർച്ചിൽ 21-നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ജാമ്യം അനുവദിക്കുമെന്ന സൂചന നേരത്തെ തന്നെ കോടതി നൽകിയിരുന്നു. ഇന്നലെ കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുന്നത് തന്നെ എതിർക്കാൻ EDക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുനിഞ്ഞെങ്കിൽ കോടതി അനുവദിച്ചില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു വാദം. എന്നാൽ ഇത് തള്ളിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു.